നാട്ടിൽ നിയമം നടപ്പാക്കേണ്ടതും ജനങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കേണ്ടതും പോലീസുകാരാണ്. നിയമത്തിന്റെ കാവലാളാകേണ്ട പോലീസുകാർ കുറ്റം ചെയ്താൽ അവർക്കെതിരെ ശക്തമായ നടപടിയാണ് സ്വീകരിക്കേണ്ടത്. ഔദ്യോഗിക പദവി നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് മറയാക്കുന്നവരുണ്ട്. അവർക്കെതിരെ നിയമ നടപടി മാത്രം പോരാ, വകുപ്പ് തലത്തിലും നടപടി സ്വീകരിക്കണം. പക്ഷെ ഇവിടെ അധികാരമുള്ളവർ ഒരു നിയമവും സാധാരണക്കാരന് മറ്റൊരു നിയമവും എന്ന സ്ഥിതിയാണെങ്കിലോ? ബസ്സിൽ വെച്ച് പെൺകുട്ടിയോട് ലൈംഗിക അതിക്രമം നടത്തിയ ഒരു പോലീസുകാരനെതിരെ പരാതി നൽകിയിട്ടും അയാളെ സംരക്ഷിക്കുന്ന നിലപാടാണ് നമ്മുടെ നിയമ സംവിധാനങ്ങൾ സ്വീകരിച്ചത്. സംഭവം വിവാദമായതോടെ പോലീസുകാരനെ സസ്പെൻഡ് ചെയ്തു. മുൻമന്ത്രി ശിവൻകുട്ടിയുടെ ഗൺമാനായിരുന്ന പ്രജീഷിനെതിരെയാണ് നടപടി. സംഭവം ഒതുക്കി തീർക്കാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടതോടെയാണ് സസ്പെൻഷൻ. ഉന്നത രാഷ്ട്രീയ നേതാക്കൾ സംഭവം ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചെങ്കിലും ശ്രമം വിജയിച്ചില്ല. ബസ്സിൽ വെച്ച് പെൺകുട്ടിയെ ലൈംഗികാതിക്രമം നടത്തുന്ന വീഡിയോ സഹിതം പ്രചരിച്ചിട്ടും നടപടി വൈകിയതിൽ വലിയ വിമർശനം ഉയർന്നിരുന്നു. എടുത്തിട്ടുണ്ട്. ഇന്നാണ് സസ്പെൻഷൻ ഉത്തരവ് പുറത്തിറങ്ങിയത്. വിവരങ്ങളുമായി വി വിനോദ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. വിനോദ്, ഇവിടെ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ സാധാരണ ഒരു പൗരന് സംരക്ഷണം ഉറപ്പാക്കേണ്ട, സുരക്ഷ ഉറപ്പാക്കേണ്ടവരാണ് പോലീസുകാർ. അങ്ങനെ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നാണ് ഒരു പെൺകുട്ടിക്ക് നേരെ ബസ്സിൽ വെച്ച്, ഒരു പൊതുസ്ഥലത്ത് വെച്ച് ലൈംഗിക അതിക്രമം ഉണ്ടാകുന്നത്. ഇതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നു. പക്ഷേ സംഭവം ഒതുക്കി തീർക്കാനുള്ള ശ്രമങ്ങൾ നടന്നു, രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടായി, ഒടുവിൽ സസ്പെൻഷൻ ഉണ്ടായിട്ടുണ്ട്. എന്നാണ് ഈ കേസിനാസ്പദമായ സംഭവം? ഇതുമായി ബന്ധപ്പെട്ട് ആരാണ് ഇയാളെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ ഇയാൾക്കെതിരെ നടപടി സ്വീകരിക്കാതിരിക്കാനുള്ള ഇടപെടലുകൾ നടത്തിയത്? സംഭവത്തിൽ ഇപ്പോൾ കേസെടുത്തിട്ടുണ്ടോ? മറ്റ് തുടർ നടപടികൾ എങ്ങനെയാണ്? ടോം, കഴിഞ്ഞ മാസം 18-ാം തീയതിയായിരുന്നു ഈ സസ്പെൻഷന് അടിസ്ഥാനമായ സംഭവം നടന്നത്. തിരുവനന്തപുരത്ത് നിന്ന് മെഡിക്കൽ കോളേജ് വഴി കല്ലറയിലേക്ക് പോകുന്ന ബസ്സിലായിരുന്നു ഈ സംഭവം ഉണ്ടായത്. ഏറ്റവും പിറകിലത്തെ സീറ്റിലായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥൻ ഇരുന്നത്. അതിന് തൊട്ട് മുന്നിലെ സീറ്റിൽ ഈ പെൺകുട്ടിയും ഇരിക്കുകയായിരുന്നു. പലതവണ ഇയാൾ ഈ സീറ്റിന് സൈഡിലൂടെ പെൺകുട്ടിയെ സ്പർശിക്കാനുള്ള ശ്രമം നടത്തി. ഏറ്റവും ഒടുവിൽ അത് മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ചു. കുട്ടി ആ ദൃശ്യത്തിൽ തന്നെ ചോദിക്കുന്നുണ്ട്, കുറേ നേരമായി താങ്കളിത് തുടങ്ങിയല്ലോ എന്ന കാര്യം ആ വീഡിയോയിൽ തന്നെ ചോദിക്കുന്നുണ്ട്. തുടർന്ന് ഈ കുട്ടി ഇത് സ്റ്റാറ്റസായി ഇടുകയായിരുന്നു മൊബൈലിൽ. അതോടുകൂടിയാണ് ഈ പുറത്ത് ഈ വിവരം അറിഞ്ഞത്. ഈ ദൃശ്യങ്ങൾ വന്നതോടുകൂടി തന്നെ ഇത് പോലീസുകാരനാണെന്ന് ചിലർ തിരിച്ചറിഞ്ഞു. മാത്രമല്ല, ഈ പോലീസുകാരൻ കഴിഞ്ഞ മന്ത്രിസഭയിൽ ശിവൻകുട്ടിയുടെ ഗൺമാനായിരുന്നു. മന്ത്രി ശിവൻകുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്ന പോലീസുകാരനാണ്. അദ്ദേഹത്തിന് സുരക്ഷ ഒരുക്കിയിരുന്ന പോലീസുകാരനാണ് പ്രജീഷാണ് എന്ന കാര്യം ഇത് തിരിച്ചറിഞ്ഞു. എന്നാൽ പെൺകുട്ടി പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് വലിയ പരാതികളിലേക്ക് പോയിരുന്നില്ല. അതേസമയം പോലീസ് തന്നെ ഈ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ, ഇത് പിന്നീട് വാർത്തയായി വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് തന്നെ അന്വേഷണത്തിന് ഉത്തരവിടുകയായിരുന്നു. അങ്ങനെ അസിസ്റ്റന്റ് കമാൻഡന്റ്, ഇപ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ SIPയുടെ ഭാഗമായിരുന്നു. മന്ത്രി ശിവൻകുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്നതിന് ശേഷം അവിടെ നിന്ന് ഈ മന്ത്രിസഭ മാറിയതോടുകൂടി തന്നെ SIPയിലേക്ക് മടങ്ങി. അതാണ് മാതൃ യൂണിറ്റ്. ആ യൂണിറ്റിലേക്ക് മടങ്ങിയിരുന്നു. അവിടെ അസിസ്റ്റന്റ് കമാൻഡാണ് ഈ അന്വേഷണം നടത്തിയത്. അന്വേഷണത്തിൽ ഇത് സേനയ്ക്ക് അവമതി ഉണ്ടാക്കുന്ന, സേനയ്ക്ക് മാനക്കേടുണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയാണ് പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് കണ്ടെത്തി. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ തുടർ നടപടികൾ കൂടിയുണ്ട്. വാച്യമായ ഒരു മറുപടി ഈ പോലീസ് ഉദ്യോഗസ്ഥന് നൽകാനുള്ള സമയമുണ്ട്. അതോടൊപ്പം തന്നെ ഈ കുറ്റാരോപണ പത്രിക അത് 15 ദിവസത്തിനകം സമർപ്പിക്കണമെന്ന് ഈ തുടർന്നുള്ള അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥനോട് ഈ സസ്പെൻഷൻ ഉത്തരവിൽ തന്നെ നിർദ്ദേശിക്കുന്നുണ്ട്. 2 മാസത്തിനുള്ളിൽ PR മിനിറ്റ്സും അനുബന്ധ രേഖകളും ഹാജരാക്കണമെന്ന നിർദ്ദേശം കൂടി ഇപ്പോൾ നൽകിയിട്ടുണ്ട്. ഏതായിരുന്നാലും ഒരു പോലീസുകാരൻ വെറുമൊരു പോലീസുകാരൻ എന്നതിനപ്പുറത്തേക്ക് 5 വർഷം മന്ത്രിയുടെ ഗൺമാനായിരുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. അങ്ങനെ ഒരു ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്തു നിന്നാണ് ഇങ്ങനെ ഒരു പ്രവണത ഉണ്ടായത്. ബസ്സിനുള്ളിൽ ഒരു ലൈംഗിക അതിക്രമ പരാതി ഉയർന്നു വന്നത്. ആ പെൺകുട്ടി തന്നെയാണ് ദൃശ്യങ്ങൾ പകർത്തിയതും അത് പുറത്തുവിട്ടതും. ഈ പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് അറിഞ്ഞതോടുകൂടി അതിന്മേൽ വകുപ്പ് തന്നെ, പോലീസ് സേന തന്നെ ഒരു അന്വേഷണത്തിന് തയ്യാറാവുകയായിരുന്നു. ടോം, തീർച്ചയായും
മുൻ മന്ത്രിയുടെ ഗൺമാൻ എന്ന് പറയുമ്പോൾ രാഷ്ട്രീയ സ്വാധീനമുണ്ട്, സംഘടനാ സ്വാധീനമുണ്ട്. ആരാണ് ഇയാൾക്ക് വേണ്ടി ഇടപെട്ടതെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടുണ്ടോ? മാത്രമല്ല, ഇവിടെ UDF സർക്കാരാണ് അധികാരത്തിലുള്ളത്. ഒരു ഇടത് സർക്കാരിന്റെ കാലത്ത് അന്നത്തെ മന്ത്രിയുടെ ഗൺമാനായിരുന്ന വ്യക്തിയെ സംരക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ പോലും ഇടപെടൽ ഉണ്ടാകില്ലേ വിനോദ്? ടോം, സ്വാഭാവികമായ ചില കാലതാമസം ഉണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ആ പെൺകുട്ടി പരാതിപ്പെട്ടിട്ടില്ല. അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പരാതിപ്പെട്ടതായി ഇതുവരെ നമുക്ക് അറിവില്ല. ഈ കേസുമായി ബന്ധപ്പെട്ട് പിന്നീട് പോലീസുകാർ അവരെ ബന്ധപ്പെട്ടിരിക്കാം. അല്ലാതെ അവർ ഏതെങ്കിലും ഘട്ടത്തിൽ ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ട ആ സമയത്ത് അവർ പരാതി നൽകിയതായ വിവരമില്ല. പക്ഷേ ഈ ദൃശ്യങ്ങൾ വാർത്തയാവുകയും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയും ചെയ്തു. പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന കാര്യം തിരിച്ചറിഞ്ഞു. കഴിഞ്ഞ 18-ന് നടന്ന സംഭവമാണ്. കഴിഞ്ഞ മാസം 18-നാണ് ഈ സംഭവം നടക്കുന്നത്. ഇടത് സംഘടനയുടെ ഒരു സംരക്ഷണം ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ സർക്കാർ മാറിയ സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കുന്നതിന് വലിയ തോതിലുള്ള ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് നമുക്കറിയാം, ഇപ്പോൾ പോലീസ് അസോസിയേഷനുമായൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന കേസുകളും മറ്റും അറിയാം. അസോസിയേഷൻ തന്നെ പിരിച്ചുവിടുന്ന നിലയിലേക്കാണ് ഈ സർക്കാർ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അസോസിയേഷൻ ഈ പോലീസ് ഉദ്യോഗസ്ഥന് അങ്ങനെ ഏതെങ്കിലും പരിധി വിട്ടുള്ളൊരു സംരക്ഷണം നൽകാൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യമല്ല നിലനിൽക്കുന്നത്. അതുകൊണ്ടുകൂടി തന്നെയാണ് ഈ നടപടി ഇപ്പോൾ വേഗത്തിലുണ്ടായതും. ഒരുപക്ഷെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തായിരുന്നെങ്കിൽ ഇങ്ങനൊരു നടപടി ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ പോലും ചിലരെങ്കിലും സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. ഏതായിരുന്നാലും അങ്ങനെ ഒരു വലിയ കാലതാമസം എന്ന് പറയാൻ കഴിയില്ല. കാരണം പോലീസ് തന്നെ ഒരു താല്പര്യമെടുത്ത് അന്വേഷിക്കുന്ന കേസാണ്. പക്ഷേ ഈ ദൃശ്യങ്ങൾ വളരെ സ്പഷ്ടമാണ്. ഇത് തന്നെയാണ് ഏറ്റവും വലിയ തെളിവ്. മാത്രമല്ല, പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു സമീപനം അത് സേനയ്ക്ക് കളങ്കമുണ്ടാക്കി എന്ന് തന്നെയാണ്. അങ്ങനെ ഒരു ലൈംഗിക അതിക്രമം ഒരു ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ല എന്നത് തന്നെയാണ്. ആ കാര്യങ്ങൾ തന്നെയാണ് ഈ ഉത്തരവിൽ കൃത്യമായും പറയുന്നത്. ഈ ബസ് സഞ്ചരിച്ച കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ഉത്തരവിൽ പറയുന്നുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വഴി കല്ലറയിലേക്ക് പോവുകയായിരുന്ന KSRTC ബസ്സിൽ അതിൽ തമ്പാനൂരിൽ നിന്നാണ് ഈ ഉദ്യോഗസ്ഥൻ കയറുന്നത്. ബസ്സിൻ്റെ വലതുവശത്തെ ഏറ്റവും പിറകിലെ സീറ്റിലിരുന്ന് യാത്ര ചെയ്യവേ ഉദ്യോഗസ്ഥൻ്റെ മുന്നിലിരുന്ന പെൺകുട്ടിയുടെ ശരീരത്തിൽ ദുഷ്ടലാക്കോടെ സ്പർശിച്ചതായും സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ ഈ അനിഷ്ട സംഭവം പെൺകുട്ടി തൻ്റെ മൊബൈൽ ക്യാമറയിൽ പകർത്തിയതും തുടർന്ന് ദൃശ്യമാധ്യമങ്ങളിൽ പ്രസ്തുത സംഭവം വാർത്തയായി സംപ്രേഷണം ചെയ്തത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ഉത്തരവിൽ പെൺകുട്ടി പരാതി നൽകിയതായി പറയുന്നില്ല. അതേസമയം ഈ വിഷയത്തിൽ SAP അസിസ്റ്റന്റ് കമാൻഡർ SAPയിലാണ് ഇപ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥനുള്ളത്. അന്വേഷണം നടത്തി സമർപ്പിച്ച റിപ്പോർട്ട് പരിശോധിച്ചതിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്ത് നിന്ന് അച്ചടക്കം, സേനയിലെ ഒരു അംഗത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു അച്ചടക്ക ലംഘനം ഉണ്ടായതായി, അതോടൊപ്പം തന്നെ സേനയുടെ അന്തസ്സിന് നിരക്കാത്ത തരത്തിലുള്ളതും ഗുരുതരവുമായ ഒരു പ്രവർത്തനവും പെരുമാറ്റവുമാണ് ഉണ്ടായതായും ഈ പ്രഥമ ദൃഷ്ട്യാ ബോധ്യപ്പെട്ടു എന്ന കാര്യം ഈ ഉത്തരവിൽ പറയുന്നുണ്ട്. അച്ചടക്കം പരമപ്രധാനമായി കണക്കാക്കപ്പെടുന്ന പോലീസ് സേനയിലെ അംഗത്തിൻ്റെ ഭാഗത്തു നിന്ന് പെൺകുട്ടിക്ക് ഇത്തരത്തിൽ ദുരനുഭവമുണ്ടായത് സമൂഹത്തിന് മുന്നിൽ പോലീസ് സേനയ്ക്ക് അവമതിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഉദ്യോഗസ്ഥന്റെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ അച്ചടക്ക ലംഘനവും പെരുമാറ്റ ദൂഷ്യവും ഉണ്ടായതായി ബോധ്യപ്പെട്ടതിനാൽ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുന്നു എന്ന കാര്യമാണ് ഇപ്പോൾ ഈ ഉത്തരവിൽ പറയുന്നത്. ടോം, വ്യക്തമാണ്. VV വിനോദാണ് വിവരങ്ങൾ നൽകി. അങ്ങേറ്റം ലജ്ജാകരമായിട്ടുള്ള സംഭവമാണ്. പോലീസ് സേനയ്ക്ക് തന്നെ നാണക്കേടുണ്ടാക്കിയൊരു സംഭവമാണ്. എന്തായാലും ഈ പോലീസ് ഉദ്യോഗസ്ഥനെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. മറ്റൊരു വാർത്തയിലേക്കാണ്. അതും പോലീസ് ഉദ്യോഗസ്ഥനെതിരായിട്ടുള്ള അങ്ങേറ്റം ഈ സേനയെ, ആഭ്യന്തര വകുപ്പിനെ, പോലീസുകാരെ ഒന്നടങ്കം ലജ്ജിപ്പിക്കുന്ന മറ്റൊരു വാർത്തയിലേക്കാണ് പോകുന്നത്. യൂണിഫോം നൽകാമെന്ന പേരിൽ സഹപ്രവർത്തകരിൽ നിന്ന് പണം തട്ടിയ പോലീസുകാരൻ അറസ്റ്റിൽ. തിരുവനന്തപുരം SIP ക്യാമ്പിലെ പോലീസുകാരനായ ശംഭു R കൃഷ്ണനാണ് പിടിയിലായത്. ഇയാൾ 7 ലക്ഷം രൂപയാണ് തട്ടിയെടുത്തത്. ഈ പണം ഓൺലൈനിൽ റമ്മി കളിച്ചു കളഞ്ഞെന്നാണ് മൊഴി. വിവരങ്ങളുമായി VV അരുൺ ചേരുന്നുണ്ട്. അരുൺ, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ യൂണിഫോം നൽകാമെന്ന് പറഞ്ഞ് മറ്റു പോലീസുകാരിൽ നിന്നും പണം തട്ടുന്നു. ഏകദേശം 7 ലക്ഷം രൂപ തട്ടിയെടുത്തെന്നാണ് പറയുന്നത്. അവിശ്വസനീയമായ ഒരു കാര്യമാണ്. കാരണം ഇതെങ്ങനെയാണ് ഇത്രയധികം തുക ഇയാൾ ആരിൽ നിന്നാണ് തട്ടിയെടുത്തത്? എങ്ങനെയാണ് ഈ തട്ടിപ്പ് പുറത്തു വന്നത്? സംഭവത്തിൽ എന്ത് നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്? ശംഭു R കൃഷ്ണൻ എന്ന പോലീസ് ട്രെയിനിക്കെതിരെയാണ് ഈ പരാതി. ഇപ്പോൾ FIR, ഇയാൾ അറസ്റ്റ് ആയിട്ടുണ്ട്. FIR പറയുന്നത് ഇയാൾക്ക് ഓഫീസർ കമാൻഡിംഗ് താൽക്കാലിക ചുമതല നൽകിയിരുന്നു. SAP ബറ്റാലിയൻ ഈ കമ്പനിയിലെ KAP 3 ബറ്റാലിയൻ KAP 5 ബറ്റാലിയനെയും പോലീസ് റിക്രൂട്ട്മെന്റ് ട്രെയിനികൾക്ക്
അവരിൽ നിന്നാണ് തട്ടിപ്പ് നടത്തിയിട്ടുള്ളത്. യൂണിഫോം തുണിയെടുക്കുന്നതിനും സ്റ്റിച്ചിങ്ങിനുമുള്ള പണം സമാഹരിക്കാൻ 7 പേരുള്ള യൂണിഫോം കമ്മിറ്റി അംഗമായിരുന്നു ഈ പ്രതി. യൂണിഫോം മെറ്റീരിയൽ വിൽക്കുന്ന SAPയിലെ ക്യാന്റീനിലും വിൽസൺ അരേഡ് പോലീസ് യൂണിഫോം സൊസൈറ്റി എന്ന സ്ഥാപനത്തിലും പണം അടയ്ക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് ഇയാൾ ഈ പോലീസ് ട്രെയിനികളിൽ നിന്ന് പണം കൈപ്പറ്റിയത്. ബാങ്ക് ഓഫ് ബറോഡ അക്കൗണ്ട് വഴിയാണ് 22,000 രൂപയും മറ്റൊരു SBI അക്കൗണ്ട്, പല അക്കൗണ്ടുകൾ വഴിയാണ് ഇത്തരത്തിലൊരു തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. നിരവധി ബാങ്ക് അക്കൗണ്ടുകളിലോ ഇയാൾ ഇത്തരം തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. തുടർന്നാണ് ഇയാൾക്കെതിരെ പരാതി എല്ലാം ചേർത്ത് 7,18,320 രൂപയാണ് പ്രതിയുടെ ഫോൺ നമ്പറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യിപ്പിച്ചത്. അതായത് ഈ ബാങ്കുകളിൽ നിന്ന് ഈ തുക ഇയാളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയായിരുന്നു. റിക്രൂട്ട്മെന്റ് ട്രെയിനിന് സമാഹരിച്ച തുക സാധാരണ ഈ സ്റ്റിച്ചിങ് സ്ഥാപനത്തിൽ നൽകേണ്ടതാണ്. എന്നാൽ അവിടെ നൽകിയില്ല. SAPയിലെ ക്യാന്റീനിലും ഈ പണം അടയ്ക്കാതെ വിൽസൺ അലൈഡ് യൂണിഫോം സൊസൈറ്റി എന്ന സ്ഥാപനത്തിൽ അടയ്ക്കാതെയും അമിത ലാഭത്തിനായി ഇയാൾ തട്ടിയെടുത്തു എന്നാണ് ആരോപിക്കുന്നത്. പിന്നീട് പണം എന്ത് ചെയ്യുന്ന ചോദ്യത്തിന് ഓൺലൈൻ ബെറ്റിംഗ് ഗെയിം കളി നഷ്ടപ്പെടുത്തി എന്നാണ് ഇയാൾ പോലീസ് അറിയിരിക്കുന്ന മൊഴി. തുടർന്നാണ് പോലീസ് ഇയാൾക്കെതിരെ FIR ചാർജ് ചെയ്തത്. ഇയാൾക്കെതിരെ സസ്പെൻഷനിലും നടപടിയും ഉണ്ടായിട്ടുണ്ട് നമുക്കറിയാൻ കഴിയുന്നത്. ഏതായാലും ഇത്തരത്തിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ, അത് ട്രെയിനിയാണ്, വളരെ ചെറുപ്പക്കാരനായ ഒരു ഉദ്യോഗസ്ഥനാണ്. അയാളാണ് ഇത്തരത്തിൽ സഹപ്രവർത്തകർക്ക് യൂണിഫോം അലവൻസായി ലഭിക്കേണ്ട ആ തുക തട്ടിയെടുത്തിരിക്കുന്നത്. യൂണിഫോമിന്റെ പേരിൽ സഹപ്രവർത്തകരെ കബളിപ്പിക്കുകയാണ് ശംഭു ആർ കൃഷ്ണൻ ചെയ്തിട്ടുള്ളത്. SAP ക്യാമ്പിലെ പോലീസുകാരനാണ് ഇയാൾ. 7,00,000 രൂപ ഇങ്ങനെ തട്ടിയെടുത്തു എന്നിട്ട് ആ പണം ഉപയോഗിച്ചുകൊണ്ട് ഓൺലൈൻ റമ്മി കളിച്ചു എന്നാണ് ഇയാൾ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. ആ രീതിയിലുള്ള തട്ടിപ്പാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഈ ട്രെയിനികളുടെ പരാതിയെ തുടർന്നാണ് പോലീസ് കേസ് അന്വേഷിക്കുകയും ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. അങ്ങനെ ഒരു പോലീസുകാരൻ, ഒരു ട്രെയിനി ആയിട്ടുള്ള പോലീസുകാരൻ തുടക്കത്തിൽ തന്നെ, അതായത് സേനയിൽ അദ്ദേഹം ഈ സർവീസിൽ കയറിയപ്പോൾ തന്നെ ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ നടത്തുന്നുണ്ടെങ്കിൽ എങ്ങനെ ഇയാളെയൊക്കെ ഈ സേനയിൽ തുടർന്ന് ഇരുത്താൻ കഴിയും? തീർച്ചയായും നമുക്കറിയാം, നിരവധി പോലീസുകാർക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഓരോ ദിവസങ്ങളിലും പുറത്തു വരുന്നുണ്ട്. അഴിമതി ഉൾപ്പെടെ, കൈക്കൂലി കേസടക്കം നിരവധിയായിട്ടുള്ള സംഭവങ്ങൾ. ഇവിടെ ഒരു പോലീസുകാരുടെ യൂണിഫോം തുക തട്ടിയെടുത്തു ഒരു വശത്ത്, അതോടൊപ്പം തന്നെ നിയമവിരുദ്ധമായിട്ടുള്ള റമ്മി ഗെയിം കളിച്ചു എന്ന് പറയുമ്പോൾ ഇതിലൊക്കെ ഒരു നടപടി സ്വീകരിക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും അത്തരം അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ യൂണിഫോം കമ്മിറ്റി ഉണ്ട്, ഈ ബറ്റാലിയനുണ്ട്. ആ യൂണിഫോം കമ്മിറ്റിയിലെ അംഗമായിരുന്നു ഈ പ്രതിയും. SAP ക്യാന്റീനും അതുപോലെ തന്നെ SAPയിലെ ക്യാന്റീനിലും ട്രൈ ക്യാന്റീനിലും അതുപോലെ തന്നെ വിൽസൺ അലൈഡ് സൊസൈറ്റി എന്ന സ്ഥാപനത്തിലും ഇതിനുള്ള പണം അടയ്ക്കാമെന്ന് പറഞ്ഞാണ് വിവിധ സ്ഥലങ്ങളിലുള്ള ട്രെയിനികളിൽ നിന്ന് ഇയാൾ ഇങ്ങനെ പണം സമാഹരിച്ചത്. ചെറിയ പല തുകയുണ്ട്. നിരവധി ബാങ്ക് അക്കൗണ്ട് വഴി പണം ഇയാൾ സമാഹരിക്കുക, എന്നിട്ട് ഇയാളുടെ അക്കൗണ്ടിലേക്ക് അത് മാറ്റിയാണ് തട്ടിപ്പ് നടത്തിയത്. ഇങ്ങനെ സ്വാഭാവികമായും ടോം സൂചിപ്പിച്ച പോലെ ഇയാൾ ട്രെയിനിയാണ്. സ്വാഭാവികമായും അഴിമതിക്കാരായ നിരവധി ഉദ്യോഗസ്ഥർ സേനയിലുണ്ട്. അങ്ങനെ അല്ലാത്ത മഹാഭൂരിപക്ഷ ഉദ്യോഗസ്ഥരും കേരള പോലീസിന്റെ ഭാഗമാണ്. പക്ഷേ ഇത്തരത്തിൽ ഇങ്ങനെ വളരെ തുടക്കത്തിൽ തന്നെ ഇത്തരം തട്ടിപ്പ് നടത്തുന്ന ആളുകൾ പിടിക്കപ്പെട്ടതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഇയാൾ സ്വാഭാവികമായും പിന്നീട് പ്രമോഷനിലേക്ക് വിരമിച്ച് മറ്റു പദവികളിലേക്ക് പോകേണ്ട ഒരാളാണ്. പക്ഷേ അതിനുമുമ്പ് തന്നെ ഇയാൾക്ക് പിടിവീണിരിക്കുന്നു. ഏതായാലും കൂടെയുള്ള ആളുകളെ തന്നെയാണ് തട്ടിക്കുന്നത്. അവരുടെ പണം തന്നെയാണ്, അവർക്ക് കിട്ടുന്ന നിസ്സാരമായ പണം തന്നെയാണ് അയാൾ പിടിച്ചു പറിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഏതായാലും ഇത്തരം പരാതി പെട്ടെന്ന് പോലീസിലേക്ക് എത്തുകയും അങ്ങനെ പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. SAP ക്യാമ്പിൽ നടന്ന ഒരു വിഷയമാണ്. ആ ക്യാമ്പിലെ ഒരു ഉദ്യോഗസ്ഥൻ തന്നെ, ട്രെയിനി തന്നെ ഇത്തരം തട്ടിപ്പ് നടത്തിയിരിക്കുന്നു. ഏതായാലും ഇയാൾക്ക് കേസ് പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. മറ്റു നടപടികളിലേക്കും വകുപ്പത്തിന്റെ നടപടികളിലേക്കും വൈകാതെ പോലീസ് കടക്കാൻ തന്നെയാണ് സാധ്യത. വ്യക്തമാണ്. VV അരുണാണ് വിവരങ്ങൾ നൽകിയത്. ഒരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെയാണ് ഇത്തരമൊരു ആരോപണം ഉയർന്നു വന്നിരിക്കുന്നത്. യൂണിഫോം നൽകാമെന്ന പേരിൽ സഹപ്രവർത്തകരിൽ നിന്നും പണം തട്ടിയ പോലീസുകാരൻ അറസ്റ്റിലായിരിക്കുന്നു. തിരുവനന്തപുരം SAP ക്യാമ്പിലെ പോലീസുകാരനായ ശംഭു ആർ കൃഷ്ണനാണ് പിടിയിലായത്. ഇയാൾ 7,00,000 രൂപ തട്ടിയെടുത്തെന്നാണ് പരാതിയിൽ പറയുന്നത്. തിരിച്ചെത്താം ഇടവേള കഴിഞ്ഞു. സുഹൃത്തുക്കളുടെ അശ്ലീല ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചെന്ന കേസിൽ യൂട്യൂബർ തൊപ്പിക്ക് വീണ്ടും പോലീസ് നോട്ടീസ്.
ആലുവ റൂറൽ സൈബർ പോലീസാണ് നോട്ടീസ് അയച്ചത്. അടുത്തയാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നിർദ്ദേശം. നേരത്തെ തൊപ്പി നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തീർപ്പാക്കിയിരുന്നു. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഡാനി പോൾ ചേരുന്നുണ്ട്. ഡാനി, ഈ തൊപ്പിയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുകയാണ്. എന്തായിരിക്കും ഇനിയുള്ള നീക്കങ്ങൾ, തുടർ നടപടികൾ? ടോം, തൊപ്പി എന്ന നിഹാദ് ഇത് കുറച്ച് നാളുകളായിട്ട് അയാൾ ഒളിവിലാണ്. കാരണം അയാൾക്കെതിരെ കേസുകൾ നിലവിലുണ്ട്. ഇപ്പോൾ വന്നിരിക്കുന്നത് മുൻകൂർ ജാമ്യാപേക്ഷ നേരത്തെ അടക്കം അയാൾ ജാമ്യാപേക്ഷ നൽകിയിരുന്നു. പക്ഷേ കോടതി ആ കേസ് പരിഗണിച്ചിട്ട് ഇത് ജാമ്യം കിട്ടാവുന്ന വകുപ്പുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് കോടതി അത് തീർപ്പാക്കുകയായിരുന്നു. കാരണം അറസ്റ്റ് ചെയ്താൽ പോലും ജാമ്യത്തിൽ വിടാവുന്ന വകുപ്പുകൾ പ്രകാരമുള്ളൊരു കേസാണ് ആലുവ സൈബർ പോലീസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ കേസിലായിരുന്നു ജാമ്യാപേക്ഷയുമായിട്ട് മുന്നോട്ട് പോയിരുന്നത്. ഇപ്പോൾ ആ കേസിൽ തന്നെയാണ് ഇയാളെ വീണ്ടും നോട്ടീസ് നൽകിയിരിക്കുന്നത്. പക്ഷേ ഇയാൾക്കെതിരെ മലപ്പുറത്ത് മറ്റൊരു കേസുണ്ട്. അത് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമുള്ളൊരു കേസാണ്. അതുകൊണ്ടാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ അല്ലെങ്കിൽ പോലീസിന് മുൻപാകെ ഇയാൾ എത്താൻ വൈകുന്നതും മടി കാണിക്കുന്നതും അതാണ്. കാരണം ഇതല്ലെങ്കിൽ മറ്റൊരു കേസ്, ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമുള്ള മറ്റൊരു കേസ് നിലവിലുണ്ട്. അതിന് പ്രകാരം കൂടി അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കാര്യങ്ങൾ പരിങ്ങലിലാവും. ഈ തിരിച്ചറിവുള്ളതുകൊണ്ട് തന്നെയാണ് ഇയാൾ ഈ കേസിനും 2 തവണ നോട്ടീസ് നേരത്തെ അയച്ചിരുന്നു. ഇത് 2ാം തവണ നോട്ടീസ് അയക്കുമ്പോഴും അയാൾ ഇതിൽ നിന്ന് മാറി നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ്. നേരത്തെ ലുക്കൌട്ട് സർക്കുലർ അടക്കം ഇയാൾക്ക് വേണ്ടി പോലീസ് പുറത്തിറക്കിയതാണ്. രാജ്യം വിടാനുള്ള സാധ്യത അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പുറത്തിറക്കിയതാണ്. എന്നിട്ടും മറ്റ് നടപടികളിലേക്ക് പോലീസ് പോയിട്ടുമില്ല. ഇപ്പോൾ വീണ്ടും ഇയാൾക്ക് വേണ്ടിയുള്ള നോട്ടീസ് പുറത്തിറക്കിയിരിക്കുകയാണ്. ഇയാൾ അടുത്ത ആഴ്ച ഹാജരാകണം എന്നതാണ് പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ സമൂഹ മാധ്യമങ്ങളിൽ നടത്തുന്ന ചിലരുടെ അധിക്ഷേപങ്ങൾ, ഇടപെടലുകൾ, ചിലരുടെ അപകീർത്തിപരമായ പരാമർശങ്ങൾ, ഇതിനെതിരെ പോലീസ് നടപടി കടുപ്പിക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. കാരണം നേരത്തെ 2 കേസുകൾ, ഇപ്പോൾ അർജുന ആയങ്കി ആയാലും ടി ജി മോഹൻദാസ് ആയാലും, ഈ പോലീസ് നടപടികളെല്ലാം തന്നെ വളരെ ശക്തമായ രീതിയിലേക്ക് മുന്നോട്ട് പോകുന്ന അതേ സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ തൊപ്പി എന്ന നിഹാദിനെതിരെ 2ാം വട്ടവും പോലീസ് നോട്ടീസ് അയച്ചിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ടോം, യെസ്, തീർച്ചയായും. എങ്ങനെയാണ് ഡാനി, ഈ തൊപ്പി അന്വേഷണത്തോട് സഹകരിക്കുന്നുണ്ടോ? നമുക്കറിയാം തുടക്കം മുതൽ തന്നെ ഈ രീതിയിൽ വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ച ഒരു ചെറുപ്പക്കാരനാണ്. നമുക്കറിയാം അയാളുടെ സംഭാഷണ രീതി, അശ്ലീല പദപ്രയോഗങ്ങൾ കുട്ടികൾക്കിടയിൽ വലിയ സ്വാധീനം ചെലുത്തിയിരുന്നു. പക്ഷെ പിന്നീടാണ് ഈ തൊപ്പിയുടെ ദുരൂഹമായ ജീവിതങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കഥകളൊന്നൊന്നായി പുറത്തു വന്നത്. ലഹരി ബന്ധങ്ങൾ പോലും സംശയിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങി. നിലവിൽ ഇയാൾക്കെതിരെ ഈ കേസ് കൂടാതെ മറ്റു കേസുകളുണ്ടോ? അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നുണ്ടോ? മാത്രമല്ല ഈ തൊപ്പി ഇപ്പോൾ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ആ യൂട്യൂബ് ചാനലിലൂടെ മറ്റു വീഡിയോകളൊന്നും താൻ ഇനി പ്രചരിപ്പിക്കില്ല എന്നൊക്കെ വലിയ രീതിയിൽ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയതുമാണല്ലോ. ടോം, ഇയാൾക്കെതിരെ മറ്റ് കേസുകൾ നിലവിലുണ്ട്. കാരണം ഇവരൊരു കൂട്ടായ്മ തന്നെയും ഈ വലിയൊരു അപകടകരമായ സാഹചര്യം എന്ന് പറയേണ്ടി വരുന്നു. കാരണം പലരും തന്നെയും ഈ രീതിയിലുള്ള വീഡിയോകൾ പോസ്റ്റ് ചെയ്യുക, ഇവർ തമ്മിൽ അടിയുണ്ടാകുക. ഇയാളുടെ സുഹൃത്തൊരു മമ്മുവിനെ പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് കസ്റ്റഡിയിലെടുക്കുക എല്ലാം തന്നെ ചെയ്തു. അത് മറ്റൊരു കേസാണ്. ആ കേസിലും ഇയാൾ പ്രതിയായിട്ടുണ്ട്. അപ്പോൾ ഇവരെ പരസ്പരം കേസ് കൊടുക്കുക, അല്ലെങ്കിൽ ഈ വീഡിയോകൾ ഉപയോഗിക്കുക, മറ്റുള്ളവരെ അപകീർത്തിപ്പെടുത്തുക എന്ന രീതിയിലേക്കെല്ലാം തന്നെ ഈ സംഘം മാറുമ്പോൾ അത് വലിയൊരു സാമൂഹ്യ വിപത്തിൻ്റെ തന്നെ കൃത്യമായ ഒരു അടയാളമായിട്ട് തന്നെയാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. അപ്പോൾ ഇത്തരം രീതികൾ അമർച്ച ചെയ്യപ്പെടേണ്ടതാണ് എന്ന രീതിയിലേക്കാണ് പോലീസ് പോകുന്നതും കേസെടുക്കുന്നതും എല്ലാം തന്നെ ഉണ്ടാകുന്നത്. ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമുള്ള മറ്റൊരു കേസും നിലവിലുണ്ട്. ഒരു സ്ത്രീ നൽകിയ പരാതിയിൽ അവരുടെ അപകീർത്തിപരമായ അവരെ ഇവരുടെ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് മോശപ്പെടുത്തുന്നു എന്നുള്ള ഒരു പരാതി അടക്കമുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. നേരത്തെ ഈ ടോം സൂചിപ്പിച്ചതുപോലെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഇതിൻ്റെ കണ്ടന്റുകൾ, ഇതിൻ്റെ ആ ഒരു വസ്തുതകളിലേക്ക് പലപ്പോഴും തന്നെ പലരെയും തന്നെ ആകർഷിക്കപ്പെടുന്നു. ചിലർ കുട്ടികൾ ഇയാളുടെ ആരാധകരാകുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇതിനിടയിൽ വലിയ രീതിയിലേക്ക് അത് വാണിജ്യപരമായിട്ട് ഇയാളുടെ ചാനൽ മാറ്റിയെടുക്കാനും എല്ലാം തന്നെ ഇയാൾക്ക് സാധിക്കുകയും ചെയ്തു. അങ്ങനെ കുറച്ച് പേരുടെയെങ്കിലും എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് റോൾ മോഡലാവുന്നൊരവസ്ഥയിലേക്ക് വരുന്നു. ഈ സാഹചര്യങ്ങളെല്ലാം മൊത്തം ഈ ഗ്രൂപ്പ് തന്നെ കൃത്യമായി ഉപയോഗപ്പെടുത്തുന്നു, ആ രീതിയിലേക്ക് മാറുന്നു. പിന്നെയാണ് ഇത്തരം മോശമായ രീതിയിൽ അശ്ലീല പ്രയോഗങ്ങൾ, ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നിറഞ്ഞ
ലൈവുകളും കണ്ടന്റുകളും എല്ലാം തന്നെയായിട്ട് ഇവർ നിറയുകയും ചെയ്തത്. എന്തായാലും പോലീസ് അതിനൊരു താഴിടുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇയാൾക്കെതിരെയുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ രണ്ടാം തവണയും നോട്ടീസ് അയച്ചിരിക്കുന്നതും ഇയാൾക്കെതിരെ ലുക്കൌട്ട് സർക്കുലർ പുറത്തിറക്കിയതുമെല്ലാം ഇതേ സാഹചര്യത്തിൽ തന്നെയാണ്. ഒരു പക്ഷേ ഈ അടുത്ത ആഴ്ച ഇയാൾ ഹാജരായില്ലെങ്കിൽ നടപടികൾ കടുപ്പിക്കാൻ തന്നെയാണ് സാധ്യത. നേരത്തെ നമ്മൾ പരാമർശിച്ചതുപോലെ മുൻ കേസുകളുടെ ഒരു സാഹചര്യങ്ങൾ, അത്തരം സാഹചര്യങ്ങളോട് കണക്ട് ചെയ്യാവുന്ന രീതിയിലേക്ക് തന്നെയാണ് പലപ്പോഴും ഇയാളുടെ ലൈവുകൾ പലപ്പോഴും ഈ വളരെ മോശമായ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലേക്കെല്ലാം തന്നെ പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പോലീസ് നടപടികൾ ഒരുപക്ഷെ ഇയാൾ ചോദ്യം ചെയ്യലിനടക്കം ഹാജരായില്ലെങ്കിൽ നടപടികൾ കടുപ്പിക്കാനുള്ള മുഴുവൻ സാധ്യതയും നിലവിലുണ്ട്. യെസ്, ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. കാസർഗോഡ് കളക്ടറേറ്റിലെ UD ക്ലർക്ക് ആശാലത ജീവനൊടുക്കിയ സംഭവത്തിൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ആരോപണങ്ങളടക്കം പുറത്തു വന്നതാണ്. പക്ഷെ സംഭവത്തിൽ ഇപ്പോഴും ദുരൂഹത നിലനിൽക്കുന്നുണ്ട്. എന്താണ് മരണകാരണം, ആത്മഹത്യയിലേക്ക് നയിച്ച കാരണമെന്നത് സംബന്ധിച്ച് ഇപ്പോഴും ചില അവ്യക്തതകളുണ്ട്. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് കുടുംബം, ഈ ആശാലതയുടെ കുടുംബം രംഗത്തെത്തി എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമാവണമെന്നും ജോലി സ്ഥലത്ത് ഒറ്റപ്പെട്ട സാഹചര്യമുള്ളതായി സൂചിപ്പിച്ചിരുന്നുവെന്നും ബന്ധുക്കൾ പറയുന്നു. അത്ര പെട്ടെന്നുള്ള ഒരു ഇങ്ങനെ ചെയ്യുന്ന ഒരാളല്ല. നമ്മളെ കുടുംബത്തിൽ തന്നെ മെയിൻ മുമ്പിൽ നിൽക്കുന്ന ആളായിരുന്നു. ചെറിയൊരു കാര്യത്തിൽ പെട്ടെന്ന് ഇത് ചെയ്യാനുള്ള ചാൻസ് ഇല്ല. കുറച്ചായിട്ട് ഇങ്ങനെ ഡിപ്രഷനിലായിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുണ്ടാകും. മെയിൻ സ്ഥലം മാറ്റം കിട്ടിയതിലാണ് മെയിൻ പ്രശ്നം ഉണ്ടായത്. അതാണ് നമ്മളോട് പറഞ്ഞത്. വേറെ പ്രശ്നങ്ങളുണ്ടോ എന്നറിയില്ല. തലേ ദിവസം ഓഫീസിലൊക്കെ അവിടെ വിളിച്ചിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അത് ഫോൺ കൊടുത്തിട്ടുണ്ട് സ്റ്റേഷനിൽ. അപ്പൊ അത് നോക്കിയിട്ട് അവര് പറയാന്നാണ് പറഞ്ഞത്. ഇപ്പൊ നാട്ടിലായെങ്കിലും ഓഫീസിലായെങ്കിലും അവർ യൂണിയനിലായെങ്കിലും മെയിൻ സജീവമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് സ്ഥലം മാറ്റുന്നത് പറയുമ്പോൾ തന്നെ, അതായത് ഭരണം മാറിയിട്ടായിട്ട് തന്നെ പറഞ്ഞിരുന്നു, കുറച്ചാളെ നമ്മള് നോട്ടബിൾ ആയിട്ട് വെച്ചിട്ടുണ്ട്, അപ്പോ അടുത്തേക്ക് മാറ്റെന്ന് പറയാൻ കഴിയാന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ട് ഇതിങ്ങനെ ചെയ്തു എന്നുള്ളത് പറയുന്നുള്ള ഇതാണ്. മുംബൈയിലെ സ്റ്റാഫുകളിലൊന്നും നല്ല ഒന്നിച്ചിട്ടില്ല. നമ്മൾ സ്റ്റാറ്റസ് എല്ലാം കാണലുണ്ട്. നല്ല തിരുവാതിര ആയാലും ബാക്കി കാര്യങ്ങൾ. ഇപ്പൊ ഓണത്തിന്റെ സമയമായില്ലേ, അപ്പൊ അതിനുകൊണ്ട് മുമ്പേ ഓണത്തിന് ഭക്ഷണം കാര്യങ്ങളല്ലേ ഇവർ കൺട്രേറ്റിലേക്ക് കൊണ്ട് വെച്ച് കൊണ്ടു കൊടുക്കില്ലേ. അപ്പൊ ഒറ്റപ്പെട്ടു എല്ലാ കാര്യങ്ങളും ഇവളെ ഏറ്റെടുക്കും. ഓണത്തിന്റെ പരിപാടിയും കാര്യങ്ങളും ഭക്ഷണം കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ഇവിടുന്ന് വെച്ചിട്ട് കൊണ്ടുവരും. പോലീസ് ഒന്ന് അന്വേഷിക്കണം. കളക്ട്രേറ്റ് പോയി ചെയ്തതിനെ കൊണ്ടാണ് അന്വേഷിക്കാൻ വേണ്ടിട്ട്. അവൾക്ക് മരിക്കാമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് കഴിച്ചിട്ട് പോവായിരുന്നില്ല. അവിടെ പോയി ചെയ്തതിനെ കൊണ്ടൊന്ന് അന്വേഷിക്കണം, വ്യക്തമായിട്ട് അന്വേഷിക്കണം എന്നാണ് പോയി. സംഭവത്തിൽ വിശദമായ അന്വേഷണത്തിന് ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. ADM-നാണ് അന്വേഷണ ചുമതല. കുറ്റക്കാരായ ആരെങ്കിലും കണ്ടെത്തിയാൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി KV ബൈജു ചേരുന്നു. ബൈജു, ജില്ലാ കളക്ടറേറ്റിലെ ഉദ്യോഗസ്ഥയായിരുന്ന ആശാലതയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും പല ദുരൂഹതകളും നിലനിൽക്കുന്നുണ്ട്. കുടുംബം വിശദമായ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുന്നു. ജോലിയുടെ സ്ഥലമാറ്റവുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ, മാനസികമായ ബുദ്ധിമുട്ടുകൾ അവരെ അലട്ടിയിരുന്നു എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. പക്ഷേ മറ്റെന്തോ വ്യക്തിപരമായ പ്രശ്നം ആശാലതയ്ക്ക് ഉണ്ടായിരിക്കാം. അത് അവരുടെ വാട്സാപ്പ് സ്റ്റാറ്റസിലടക്കം സൂചിപ്പിക്കുന്നത് അത് തന്നെയല്ലേ? പക്ഷേ എന്താണ്, അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം അവർക്കുണ്ടായിരുന്നതായി സഹപ്രവർത്തകർക്ക് അറിയാമായിരുന്നോ? സുഹൃത്തുക്കൾക്ക് അറിവുണ്ടായിരുന്നോ? എന്താണ് പോലീസിന്റെ ഒരു പ്രാഥമികമായിട്ടുള്ള കണ്ടെത്തലുകൾ? ടോമെ, ആശാലതയുടെ മരണവുമായി ബന്ധപ്പെട്ട് ദുരൂഹത ഇപ്പോഴും തുടരുന്നുണ്ടെന്ന് വേണം പറയാൻ. ഇതിനിടയിലാണ് ഗുരുതര ആരോപണവുമായി ഇപ്പോൾ കുടുംബം രംഗത്തെത്തിയത്. അതായത് എന്തെങ്കിലും തരത്തിൽ ഒരു മാനസിക പ്രയാസമുള്ളതായി ഇവർക്ക് ആർക്കും അറിയില്ല. അങ്ങനെ ഒരു കാര്യവും പങ്കുവച്ചിട്ടില്ല. മാത്രമല്ല വലിയ സന്തോഷവതിയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. ഇങ്ങനെ ജീവനൊടുക്കാൻ എന്താണ് കാരണമെന്നത് സംബന്ധിച്ച് ഇവർക്ക് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല. ഇതിൽ ഒരു കൃത്യമായ അന്വേഷണം നടത്തി യഥാർത്ഥ വസ്തുത പുറത്തു കൊണ്ടുവരണം തന്നെയാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. ഇതിനിടയിലാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം കൂടി ഇതിലൊരു അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. ഏതായാലും ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനാണ് ADM-ന് ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. എന്തായാലും ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപാട് ദുരൂഹതകളും സംശയങ്ങളും ഒക്കെ ഇതിൽ ബാക്കിയുണ്ട്. അതായത് ഈ വാട്സാപ്പ് സ്റ്റാറ്റസ് തന്നെയാണ് ഇതിൽ ഏറ്റവും സംശയത്തിന് ഇടയാക്കുന്നത്. എന്താണ് അത്തരത്തിലുള്ള ഒരു വാട്സാപ്പ് സ്റ്റാറ്റസ് ഇടാൻ കാരണം? നിനക്ക് ഞാൻ നൽകുന്ന അവസാന പരിഗണനയാണ് എന്റെ നിശബ്ദത. ഇങ്ങനെ ഒരു വാട്സാപ്പ് സ്റ്റാറ്റസ് ആണ് ഇവർ മരിക്കുന്നതിന് തൊട്ട് മുൻപ് ഉണ്ടായിരുന്നത്. അതെന്താണ് ഇവർ അർത്ഥമാക്കുന്നത് എന്ന കാര്യമാണ് ഇതുവരെ പുറത്തു വരാത്തൊരു കാര്യം.
അത് സുഹൃത്തുക്കളുടെ മൊഴി രേഖപ്പെടുത്താനുണ്ട്, അതോടൊപ്പം ഇവരുടെ ഈ സഹപ്രവർത്തകരുടെ മൊഴി രേഖപ്പെടുത്താനുണ്ട്. ജോലി സ്ഥലത്ത് അമിത സമ്മർദ്ദം ഉണ്ട് എന്ന് അവർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. പക്ഷേ ആ പോലീസിന് നൽകിയ മൊഴിയിൽ അവർ തന്റെ മരണത്തിൽ ആർക്കും പങ്കില്ല എന്നും അവർ മരണമൊഴിയായി നൽകിയിട്ടുണ്ട്. തനിക്ക് മാനസിക സമ്മർദ്ദമുണ്ട്, വലിയ ഒറ്റപ്പെടൽ, അത് ഓഫീസിലായാലും വലിയ ഒറ്റപ്പെടലുണ്ടെന്ന് ഇവർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. അപ്പോഴും ഇതിൽ മരണത്തിൽ ആർക്കും പങ്കില്ല എന്നൊരു മൊഴിയാണ് കൊടുത്തത്. ആരെയോ അല്ലെങ്കിൽ ഇത്തരത്തിൽ നിനക്ക് നൽകുന്ന അവസാനത്തെ പരിഗണനയാണ് എന്റെ നിശബ്ദത എന്ന് പറയുമ്പോൾ ആരെയോ സംരക്ഷിച്ച് വെക്കുന്ന പോലെ ഒരു സൂചന അതിൽ വരുന്നുണ്ട്. അത്തരമൊരു അന്വേഷണം ഇപ്പോൾ വിദ്യാനഗർ പോലീസും നടത്തുന്നുണ്ട്. ജില്ലാ കളക്ടറുടെ അന്വേഷണം കൂടിയാകുമ്പോൾ അങ്ങനെ ഇത് കേസിൽ കൃത്യമായ ഒരു അന്വേഷണം നടത്തി യഥാർത്ഥ വസ്തുത പുറത്തു കൊണ്ടുവരാനാണ് ഇപ്പോൾ ശ്രമം നടക്കുന്നത്. വെള്ളിയാഴ്ച ഉച്ചയോടുകൂടിയാണ് ഇവർ സ്വന്തം കാറിൽ കളക്ടറേറ്റ് കോമ്പൗണ്ടിനകത്തെത്തുന്നു. അവിടെ കാറിനകത്തിരുന്ന് ഐസ്ക്രീമിനകത്ത് എലിവിഷം കലർത്തിയാണ് ഇവർ കഴിക്കുന്നത്. പിന്നീട് ഇവർ തന്നെയാണ് ആശുപത്രിയിലേക്ക് അതേ കാർ ഓടിച്ച് താൻ എലിവിഷം കഴിച്ച കാര്യം ഡോക്ടറോട് പറയുന്നു. പക്ഷെ അപ്പോഴേക്കും സ്ഥിതി മോശമായിരുന്നു, ഗുരുതരാവസ്ഥയിലേക്ക് എത്തുന്നു. പിന്നീട് ഒടുവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. അവിടെ നിന്നാണ് ഞായറാഴ്ച ഉച്ചയോടുകൂടി ആശാലത മരണപ്പെടുന്നത്. എന്തായാലും ആത്മഹത്യാ കുറിപ്പില്ല, ഒപ്പം ഇത്തരത്തിലുള്ള മൊഴിയാണ് ഇതിൽ ഏറ്റവും പ്രധാനം. അതോടൊപ്പം വാട്സാപ്പ് സ്റ്റാറ്റസും അതിൽ എന്തൊക്കെയോ സൂചനകൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അത് എന്താണെന്നാണ് ഇനി സംബന്ധിച്ച് പുറത്തു വരേണ്ട വിവരം. എന്തായാലും ഇതിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഗുരുതരമായ ഒരു ആരോപണം സംസ്ഥാന സർക്കാരിനെതിരെ ഉന്നയിച്ചിരുന്നു. അതായത് ഈ സ്ഥലം മാറ്റം, ജോലി സ്ഥലത്തുണ്ടാകുന്ന സമ്മർദ്ദം, ഭരണമാറ്റം വന്നതോടുകൂടി ഇടത് അനുകൂല സംഘടനാ പ്രവർത്തകർക്ക് നേരെ വലിയ തോതിലുള്ള മാനസിക സമ്മർദ്ദം ഉണ്ടാകുന്ന നടപടി അത് സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട് എന്നാണ്. പക്ഷേ അതിന് മറുവാദമായി കൃത്യമായി വി ഡി സതീശൻ പറയുന്നത് ഇവരുടെ സ്ഥലം മാറ്റം പൂർണ്ണമായും പൊളിഞ്ഞതല്ലേ? കാരണം ഇടത് സർക്കാരിന്റെ കാലത്ത് തന്നെയാണ് ഇവർക്ക് സ്ഥലമാറ്റം ഉണ്ടായതെന്ന് അതിന്റെ തെളിവുകൾ സഹിതം പുറത്തു വന്നതാണ്. പക്ഷെ നമുക്കറിയാം അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഈ സ്ഥലം മാറ്റം അല്ലെങ്കിൽ ഈ ജോലി സ്ഥലത്തെ ഒറ്റപ്പെടലൊക്കെ വലിയ രീതിയിൽ മാനസിക സമ്മർദ്ദം സാധാരണ ജീവനക്കാരിൽ ഉണ്ടാക്കാറുണ്ട്, പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ച്. അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ? കാരണം ഇത് എന്നാണെങ്കിലും സ്ഥലം മാറ്റം അതിനുശേഷമുള്ള ജോലി സ്ഥലത്തെ പ്രശ്നങ്ങളൊക്കെ പലപ്പോഴും വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കാറുള്ളതാണ്. ഈ ആശാലതയ്ക്ക് ഇങ്ങനെയുള്ള ഒരു മനോവിഷമം ഉണ്ടായിരുന്നതായി സഹപ്രവർത്തകർ പറയുന്നുണ്ടോ? മാത്രമല്ല ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഒരു അന്വേഷണം നിലവിൽ എങ്ങനെയാണ് നീങ്ങുന്നത്? ADM-നാണ് അന്വേഷണ ചുമതല. പക്ഷെ ഇതിൻ്റെ ഏതൊക്കെ തലങ്ങളിലായിരിക്കും അന്വേഷണം നടത്തുക? ടോമെ സൂചിപ്പിച്ചത് വളരെ പ്രധാനമാണ്. മെയ് 12-നാണ് ഇവരുടെ ട്രാൻസ്ഫർ ഓർഡർ ഉള്ളത്. അത് UDF സർക്കാർ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. ആ വാദം പൊളിയുകയാണ്. അത് മാത്രമല്ല, ഇവർക്ക് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് അതേ ബിൽഡിംഗിൽ, അതേ കെട്ടിടത്തിൽ, അതിലും നേരത്തെ ഉണ്ടായതിനേക്കാളും ജോലിഭാരം കുറവുള്ള എൻഡോസൾഫാൻ സെല്ലിന്റെ ചുമതലയാണ്. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ജോലിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട ഒരു മാനസിക സമ്മർദ്ദമാകാൻ വഴിയില്ല എന്ന് തന്നെയാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയത്. അപ്പോൾ പിന്നെന്താണ് ഇത്തരത്തിൽ ആശാലത ഇങ്ങനെ ഒരു ജീവനെടുക്കാൻ ഇടയാക്കിയ കാരണം എന്നതാണ് ഇപ്പോഴും അവ്യക്തമായി തുടരുന്നത്. അത് സഹപ്രവർത്തകർക്കൊക്കെ ചില കാര്യങ്ങളൊക്കെ അറിയാമെങ്കിലും ഈ ഘട്ടത്തിൽ ഇത് അന്വേഷണം നടക്കുകയാണ്. ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ADM-ന്റെ അന്വേഷണമുണ്ട്. ഒരു ഭാഗത്ത് വിദ്യാനഗർ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അവരുടെ അന്വേഷണം നടത്തുന്നുണ്ട്, കൂടുതൽ ആളുകളുടെ മൊഴി രേഖപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പമാണ് കുടുംബം ഇത്തരത്തിലുള്ള ഒരു ആരോപണമായി രംഗത്ത് വരുന്ന സാഹചര്യമുണ്ട്. എന്തായാലും ഇപ്പോഴും ഇതിനൊരു കൃത്യമായ ഉത്തരം പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇത് ജില്ലാ കളക്ടറും വ്യക്തമാക്കിയതാണ്. ഏതെങ്കിലും തരത്തിൽ ഇവർക്ക് ഇങ്ങനെ മാനസിക പ്രയാസം ഉണ്ടാക്കുന്ന രീതിയിൽ ജോലി സ്ഥലത്തോ മറ്റോ ഉണ്ടായെങ്കിൽ കർശന നടപടി ഉണ്ടാകുമെന്ന് ജില്ലാ ഭരണകൂടവും വ്യക്തമാക്കിയിട്ടുണ്ട്. ജില്ലാ കളക്ടർ അത് കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ ആ റിപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ അതിൽ ഒരു വ്യക്തത ഉണ്ടാകൂ. പക്ഷേ വ്യക്തിപരമായ ചില കാരണങ്ങൾ ഉണ്ട് ഇവർക്ക് ഇതിന് പുറമെ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ഈ ജോലി സ്ഥലത്ത് ഇത്തരം ചില സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടായി കാണാം. ഏതെങ്കിലും തരത്തിൽ ഭരണം മാറിയതാണ്. ഇവർ NGO യൂണിയന്റെ കൗൺസിൽ അംഗമൊക്കെയാണ്, സജീവ രാഷ്ട്രീയ ഇത്തരത്തിൽ പ്രവർത്തനം നടത്തുന്നവരാണ്, സംഘടനാ പ്രവർത്തനം നടത്തുന്നവരാണ്. അതോടൊപ്പം കലാരംഗത്തും സജീവമായി നിൽക്കുന്ന ആൾ തന്നെയാണ് ഇവർ. ഓണാഘോഷ പരിപാടിയൊക്കെ ഒരുക്കങ്ങൾ നടക്കുന്ന സമയമാണ്. ഇവർ പല പരിപാടികൾക്കും, അതായത് മോണാക്ട് ഉൾപ്പെടെയുള്ള പരിപാടികൾക്കൊക്കെ പങ്കെടുക്കുന്ന, സംസ്ഥാന തലത്തിലൊക്കെ മോണാക്ടിന് സമ്മാനം കരസ്ഥമാക്കിയ ഒരാൾ കൂടിയാണ് ഇവർ. അത്തരത്തിൽ സജീവമായിരുന്നു എല്ലാ കാര്യങ്ങളും. അത് അവരുടെ കുടുംബം തന്നെ പറയുന്നുണ്ട്. ഇത്തരം പരിപാടികളൊക്കെ ഉണ്ടായാൽ വീട്ടിൽ നിന്നും ഭക്ഷണം ഉണ്ടാക്കി സഹപ്രവർത്തകർ കൊണ്ടുപോയി കൊടുക്കുന്ന അത്തരത്തിൽ സജീവമാണ് ഇവർ. അങ്ങനെയുള്ള ഒരാൾ എന്തിനാണ് വളരെ പെട്ടെന്ന്, അതും സ്വന്തം ഓഫീസിനകത്ത്, ഒരു കളക്ടറേറ്റിനകത്ത് നിന്നാണ് ഇവർ ജീവനോട്
കൊടുക്കുന്നത് എന്നാണ് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. കലക്ടർ കോമ്പൗണ്ടിനകത്ത് അവരുടെ കാറിലെത്തുന്നു. ആ കാറിനകത്തിരുന്നാണ് ഇവർ ഇങ്ങനെ ഐസ്ക്രീമിനകത്ത് എലിവിഷം ചേർത്ത് മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഗൗരവമായ ഒരു കേസാണ്. ആരോപണം സംസ്ഥാന സർക്കാരിനെതിരെയുണ്ട്. ജോലി സമ്മർദ്ദം, ജോലി ഭാരം, അല്ലെങ്കിൽ ഈ ഇടത് സംഘടനാ പ്രവർത്തകർക്ക് നേരെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സമ്മർദ്ദം നടക്കുന്നുണ്ടെന്ന ആരോപണം വരുന്നുണ്ട്. എന്തായാലും ഇതിൽ വിശദമായൊരു അന്വേഷണം നടത്തി സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. അത് ഒരു സംശയം ഇപ്പോഴും തുടരുകയാണ്. ടോം, യെസ്, വ്യക്തമാണ്. കെ വി ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ആ ഉദ്യോഗസ്ഥയുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്, എന്ത് പ്രശ്നങ്ങളാണ് അവരെ അലട്ടിയിരുന്നത്, ആത്മഹത്യയിലേക്ക് നയിച്ച കാരണം എന്താണ്, വിവരങ്ങൾ പുറത്തു വരണം. കെ വി ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് എത്താം ഇടവേള കഴിഞ്ഞ്. ക്രിക്കറ്റ് പരിശീലനെതിരെ പോക്സോ കേസ്. മുൻ രഞ്ജി താരവും പരിശീലകനുമായ KJ രാഗേഷിനെതിരെയാണ് കേസ്. പരിശീലനത്തിലെത്തിയ വിദ്യാർത്ഥിനികളാണ് ഇയാൾക്കെതിരെ പരാതി നൽകിയത്. പാലക്കാട് സ്റ്റേഷനുകളിലാണ് 2 സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. കേസ് രജിസ്റ്റർ ചെയ്തതോടെ പ്രതി ഒളിവിൽ പോയി. ഇയാളെ പിടികൂടാനുള്ള ഊർജിത ശ്രമത്തിലാണ് പോലീസ്. വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് G ശ്രീജിത്ത് ചേരുന്നുണ്ട്. യെസ്, ആ വാർത്തയിലേക്ക് വരാൻ. എന്തായാലും വലിയ വിവാദമായിട്ടുണ്ട് ഈ സംഭവം. ഒരു പരിശീലകന്റെ ഭാഗത്തു നിന്നാണ് പെൺകുട്ടികൾക്ക് നേരെ ലൈംഗിക അതിക്രമം ഉണ്ടായത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നു. അർജുൻ ആയങ്കിയെ തന്റെ വീട്ടിൽ ഒളിപ്പിച്ചിരുന്നതായി ഈ സംഭവം അർജുൻ ആയങ്കിയെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് അഭിഭാഷകർക്കെതിരെ ചില ആരോപണം ഉയർന്നു വന്നിരുന്നു. ഒരു അഭിഭാഷക അർജുൻ ആയങ്കിയെ തന്റെ വീട്ടിൽ ഒളിപ്പിച്ചുവെന്നായിരുന്നു പ്രധാനപ്പെട്ട ആരോപണം. എന്നാൽ ഇത് നിഷേധിച്ച് അഭിഭാഷക ഡെനീറ്റ ടൈറ്റസ് രംഗത്തെത്തിയിട്ടുണ്ട്. അർജുൻ ആയങ്കിയെ തന്റെ വീട്ടിൽ ഒളിപ്പിച്ചിട്ടില്ലെന്നാണ് അവർ പറയുന്നത്. കീഴടങ്ങാൻ വേണ്ടിയാണ് തളിപ്പറമ്പിൽ നിന്ന് അർജുൻ കണ്ണൂരിലേക്ക് വന്നത്. ഇതിനു മുൻപായി നിയമസഹായം തേടിയാണ് തന്റെ ഫ്ളാറ്റിലെത്തിയത്. CCTV ഉള്ള തന്റെ ഫ്ളാറ്റിൽ എങ്ങനെ ഒളിപ്പിക്കും? അർജുനും താനും തമ്മിലുള്ള അഡ്വക്കേറ്റ് ക്ലയന്റ് ബന്ധമെന്നും ഡെലീറ്റ ടൈറ്റസ് പറഞ്ഞു. കണ്ണൂർ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ രജിസ്റ്റർ ചെയ്ത ക്രൈം നമ്പർ 19/2026 പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിരുന്നു. ഇന്ന് 5 ദിവസത്തെ കസ്റ്റഡിയാണ് ആവശ്യപ്പെട്ടത്. കോടതി 3 ദിവസത്തെ കസ്റ്റഡിയാണ് പോലീസിന് വിട്ടുകൊടുത്തത്. കസ്റ്റഡിയിലെടുത്തതായിട്ട് ആ റിമാൻഡ് റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നുണ്ട്. അതിൽ ആ മൊബൈൽ ഫോണിൻ്റെ പേരോ കാര്യങ്ങളോ ഒന്നും പറയാതെ, IMEI നമ്പറോ മറ്റോ ബ്രാൻഡോ ഒന്നും പറയാതെ മറ്റൊരു ഫോൺ iPhone 16 Pro കണ്ടെത്തണമെന്നാണ് കസ്റ്റഡി അപേക്ഷയിൽ പറഞ്ഞത്. പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത്, പോലീസ് ആവശ്യപ്പെട്ടത്. പക്ഷേ ഞങ്ങൾ ഉന്നയിച്ച കസ്റ്റഡി ഒബ്ജക്ഷനിൽ അത്തരമൊരു ഫോണ് 4 ദിവസം 7-ാം തീയതി എടുത്ത FIRൽ 9-ാം തീയതി റിമാൻഡ് ചെയ്യപ്പെട്ട പ്രതിയുടെ ഈ കേസിലെ പ്രതിയിൽ നിന്ന് എങ്ങനെയാണ് iPhone 16 Pro ഈ അന്വേഷണത്തിൽ പോലീസിന് കണ്ടെത്താൻ വേണ്ടി സാധിച്ചത്? സാധാരണ രീതിയിൽ ഒരു സൈബർ കേസ് വന്നു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയുടെ പ്ലാറ്റ്ഫോമിലേക്ക്, ഇത്തരം കേസുകളിലേക്ക് മെറ്റയിലേക്കോ അതോടൊപ്പം തന്നെ അനുബന്ധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്കോ കൃത്യമായ മെയിലോ കാര്യങ്ങൾ അയച്ചുകൊണ്ട്, അതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള മെയിലുകൾ അയച്ചുകൊണ്ടാണ് ഇതിൻ്റെ വിവരങ്ങൾ പോലീസിന് ലഭിക്കാറുള്ളത്. 4 ദിവസം കൊണ്ട് ഇദ്ദേഹം സോഷ്യൽ മീഡിയ ഉപയോഗിച്ചു എന്ന് കരുതപ്പെടുന്നത് iPhone 16 Pro ആണ് എന്ന് പോലീസ് എങ്ങനെയാണ് കണ്ടെത്തിയെന്നുള്ള ചോദ്യമാണ് ഇന്ന് കോടതിയിൽ ഞങ്ങൾ ഉന്നയിച്ചത്. യെസ്, KV ബൈജു ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ബൈജു, ഇവിടെ അഡ്വക്കേറ്റ് ഡെലീറ്റ അവർക്കെതിരെയായിരുന്നു തുടക്കത്തിലെ ആരോപണം ഉയർന്നു വന്നത്. ഒരു അഭിഭാഷകരുടെ വീട്ടിൽ ഒരു പ്രതിയെ ഒളിപ്പിച്ചു എന്നത് സംബന്ധിച്ച്. പക്ഷേ ഡെലീറ്റ ഈ ആരോപണം നിഷേധിക്കുന്നുണ്ട്. മാത്രമല്ല, ഇനി നിലവില് അർജുൻ ആയങ്കി പോലീസിന്റെ കസ്റ്റഡിയിലാണ്. എന്തൊക്കെയാണ് പോലീസിന്റെ തുടർ നീക്കങ്ങൾ? ചോദ്യം ചെയ്യലടക്കം മറ്റ് നടപടികൾ എന്തൊക്കെയാകും?
ടോമെ 3 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിലാണ് ഇപ്പോൾ അർജുൻ നായങ്കിയെ വിട്ടേറ്റുള്ളത്. അതായത് 5 ദിവസം കസ്റ്റഡി ആവശ്യപ്പെട്ടു, 3 ദിവസം കസ്റ്റഡി അനുവദിച്ചിരിക്കുന്നു. ഇതിൽ ഏറ്റവും പ്രധാനം ആ മൊബൈൽ ഫോൺ തന്നെയാണ്. അർജുൻ നായങ്കി സ്ഥിരമായി ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ആ മൊബൈൽ ഫോണിലൂടെയാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കെതിരെ ഇത്തരത്തിലുള്ള പോസ്റ്റ് ഇട്ടത്. ആ മൊബൈൽ ഫോൺ കണ്ടെടുക്കേണ്ടതുണ്ട്. അതോടൊപ്പം ഇയാളുടെ സുഹൃത്തുക്കളെ ഇയാൾക്ക് ഒളിവിൽ പോകാനും മറ്റും സഹായിച്ച സുഹൃത്തുക്കളെ കണ്ടെത്തേണ്ടതുണ്ട്. അങ്ങനെ വിശദമായി ചോദ്യം ചെയ്യുക. അതോടൊപ്പം ഏറ്റവും പ്രധാനം തെളിവെടുപ്പാണ്. ഇതിൽ ടോം തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അഭിഭാഷക തുടക്കത്തിൽ വലിയ തോതിലുള്ള ആരോപണം ഇവർക്കെതിരെ ഉയർന്നിരുന്നു. ഇവരുടെ ഫ്ളാറ്റിൽ നിന്നാണ് 9 മണിക്കൂറോളം ഈ അർജുൻ നായങ്കി തങ്ങിയതും അവിടെ നിന്നാണ് പിടിയിലാവുന്നത്. അതിൽ അഭിഭാഷക കൃത്യമായി വ്യക്തമാക്കുന്നുണ്ട്, അഭിഭാഷകയും ക്ലയന്റും തമ്മിലുള്ള ബന്ധമാണ് അർജുൻ നായങ്കിയും തമ്മിലുള്ളത്. തങ്ങൾക്ക് കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാൻ ഉണ്ടായിരുന്നു. അത് കുറച്ച് സമയം അധികം നീണ്ടുപോയി. അതല്ലാതെ മറ്റേതെങ്കിലും തരത്തിൽ അർജുൻ നായങ്കിയെ ഒളിപ്പിക്കുക എന്നതായിരുന്നില്ല ഉദ്ദേശം. കാരണം അവിടെ CCTV ക്യാമറകളുണ്ട്, ഫ്ളാറ്റിന് സമീപത്ത് ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ ബോധ്യമുണ്ട്. അങ്ങനെ ഒളിപ്പിക്കാൻ തയ്യാറാകുമോ എന്നാണ് അവർ ചോദിക്കുന്നത്. എന്തായാലും പോലീസിന് ഇനി നിർണായകമാണ് ഈ കേസിൽ. അർജുൻ നായങ്കി തുടക്കത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയപ്പോൾ ഏതെങ്കിലും തരത്തിൽ അർജുൻ നായങ്കി ഇതിൽ പോലീസിന്റെ ചോദ്യം ചെയ്യലുമായി സഹകരിച്ചിരുന്നില്ല. ഈ കോടതിയിൽ നിന്ന് ഈ വാദമായി പറഞ്ഞത് അത് തന്നെയാണ്. ഈ അർജുൻ നായങ്കിയുടെ കയ്യിൽ നിന്നും ഒരു ഫോൺ പിടികൂടിയിരുന്നു. പക്ഷേ ആ ഫോൺ പോലീസിനെ കബളിപ്പിക്കാൻ കയ്യിലുണ്ടായിരുന്നതാണ്. യഥാർത്ഥ ഫോൺ ഇതുവരെ കിട്ടിയിട്ടില്ല. ആ ഫോൺ കണ്ടെത്തേണ്ടതുണ്ടെന്നാണ്. അതേസമയം അർജുൻ നായങ്കിയുടെ അഭിഭാഷകർ പറഞ്ഞത് അർജുനെതിരെ കള്ളക്കേസ് ചുമത്താനുള്ള നീക്കങ്ങളാണ് പോലീസ് നടത്തുന്നതെന്നാണ്. അതുകൊണ്ട് കസ്റ്റഡിയിൽ നൽകരുതെന്ന് അവർ ആവശ്യപ്പെട്ടു. പക്ഷേ കോടതി 5 ദിവസത്തെ കസ്റ്റഡി ആവശ്യപ്പെട്ടപ്പോൾ 3 ദിവസത്തെ കസ്റ്റഡി നൽകിയിരിക്കുന്നു. അതിനും മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഉണ്ടായിട്ടുള്ളത്, ഇപ്പോൾ കോതമംഗലം കല്യാണ വീട്ടിലെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് അർജുൻ നായങ്കി നേരത്തെ കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. അങ്ങനെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ആ ജാമ്യം ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നു. അതായത് കോടതി ഇത്തരത്തിലുള്ള ഇതിന്റെ ജാമ്യ വ്യവസ്ഥ ലംഘനം നടന്നിട്ടുണ്ടെന്ന് കോതമംഗലം പോലീസിന്റെ റിപ്പോർട്ടിനെ തുടർന്നാണ് ഇപ്പോൾ അർജുൻ നായങ്കിയുടെ ജാമ്യം റദ്ദാക്കിയിട്ടുള്ളത്. അതോടൊപ്പം കോതമംഗലം കേസിലെ SHOയെ ഭീഷണിപ്പെടുത്തിയ കേസിലും ഇന്നലെ രാത്രിയോടുകൂടി അവിടെ നിന്നുള്ള പോലീസ് സംഘം ജയിലിലെത്തി, തലശ്ശേരി സബ് ജയിലിലെത്തി ഈ അർജുൻ നായങ്കിയുടെ കേസ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി കൊച്ചിയിലെ ഒരു കേസ് ബൈജു, എന്തായാലും അർജുൻ നായങ്കിക്ക് ഇനി അത്ര വേഗമൊന്നും പുറത്തിറങ്ങാൻ കഴിയില്ല എന്നല്ലേ പോലീസിന്റെ നടപടികളിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല കോടതിയും നിലപാട് കടുപ്പിക്കുന്നു. നേരത്തെ ബൈജു സൂചിപ്പിച്ചതുപോലെ കോതമംഗലത്തെ ഗൂഢാലോചന കേസിൽ അർജുൻ നായങ്കിയുടെ ജാമ്യം റദ്ദാക്കുന്ന സാഹചര്യം, അതോടൊപ്പം കാപ്പ ചുമത്താനുള്ള തുടർ നീക്കങ്ങൾ, എന്തായാലും അർജുൻ നായങ്കി പൂർണ്ണമായും പെട്ടൊരവസ്ഥയാണല്ലേ? തീർച്ചയായും കൃത്യമായി പൂട്ടിടുക അർജുൻ നായിക്ക്, അത് തന്നെയാണ് ഇപ്പോൾ പോലീസ് ലക്ഷ്യമിടുന്നത്. അതിന്റെ ഭാഗമായാണ് ഒരു കേസിൽ കസ്റ്റഡിയിൽ വാങ്ങി തൊട്ടു പിന്നാലെ തന്നെ കോതമംഗലം കേസിലും കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് ഹർജി നൽകും. അതോടൊപ്പം ഇത്തരത്തിൽ ഈ ഒരു ജാമ്യം റദ്ദാക്കിയതോടുകൂടി ആ കേസിലും ഇനി ജയിലിൽ കഴിയേണ്ടി വരും. ഏതെങ്കിലും കാരണവശാൽ ഇപ്പോഴുള്ള കേസുകളിൽ ഒരുപക്ഷെ നേരത്തെ ജാമ്യം ലഭിക്കുന്ന വകുപ്പുകളായിരുന്നു. പക്ഷേ ഇത്തരത്തിൽ ജാമ്യാപേക്ഷ നൽകാത്തതിനെ തുടർന്നാണ് അർജുൻ നായങ്കിക്ക് പുറത്ത് ആ കേസിൽ ജയിലിൽ കഴിയേണ്ടി വന്നത്. പക്ഷേ അപ്പോഴേക്കും കൃത്യമായി കാപ്പ കേസ് ചുമത്തി അർജുൻ നായങ്കിയെ ജയിലിലടക്കുക, അതാണ് ഇപ്പോൾ പോലീസ് ലക്ഷ്യമിട്ടിട്ടുള്ളത്. ഇതിൽ ഇയാളുടെ കേസ് ഹിസ്റ്ററി ശേഖരിച്ചു കഴിഞ്ഞു. ഇനി അത് ജില്ലാ കളക്ടർക്ക് കൈമാറണം. ജില്ലാ കളക്ടറാണ് ഇതിലൊരു തീരുമാനമെടുക്കേണ്ടത്. കാപ്പ ചുമത്തുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനം ജില്ലാ കളക്ടർ എടുക്കും. ജില്ലാ കളക്ടർ ആണ് അതിലൊരു അന്തിമ തീരുമാനമെടുക്കേണ്ടത്. അങ്ങനെ ഈ അർജുൻ നായങ്കിയെ പൂർണ്ണമായും ജയിലിൽ അടക്കുക എന്നത് തന്നെയാണ് പോലീസിന്റെ ലക്ഷ്യം. ഇനി അടുത്ത കാലത്തൊന്നും പുറത്തിറങ്ങാൻ കഴിയാത്ത രീതിയിൽ കാപ്പ ചുമത്തി മറ്റ് കേസുകളിൽ ഉൾപ്പെടെ കൃത്യമായ തെളിവുകൾ, ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിച്ച് അങ്ങനെ പൂട്ടിടുക, അർജുൻ നായങ്കിയെ പൂട്ടുക എന്ന് തന്നെയാണ് പോലീസിന്റെ ലക്ഷ്യം. പ്രധാനമായും CPM നേതാക്കൾ ഉൾപ്പെടെ അർജുൻ നായങ്കിയെ തള്ളിപ്പറയുന്ന സാഹചര്യമുണ്ടായി. അതോടൊപ്പം ആഭ്യന്തര വകുപ്പ് മന്ത്രിയെയാണ് ഇയാൾ വെല്ലുവിളിച്ചത്, പരിഹസിച്ചത്, അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയത്. അതോടൊപ്പം കേരളത്തിലെ പോലീസ് സേനയെ ഒന്നാകെ വെല്ലുവിളിക്കുന്നു, അവർക്ക് നാണക്കേടുണ്ടാക്കുന്ന രീതിയിൽ ഇയാൾ പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ അർജുൻ നായങ്കിയെ ഇത്തരത്തിൽ കൃത്യമായി പൂട്ടുക എന്നതിനെയാണ് പോലീസ് ലക്ഷ്യമിടുന്നത്. അതിനുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. കാപ്പ കേസ് ഉടൻ തന്നെ ഇയാൾക്കെതിരെ ചുമത്തും. നിലവിലുള്ള കേസിൽ ഈ കസ്റ്റഡി കാലാവധി കഴിഞ്ഞ് ജയിലിലേക്ക് തിരിച്ചു പോകുമ്പോഴേക്കും അടുത്തത് കോതമംഗലം കേസിലെ കസ്റ്റഡിയാണ്. അവിടെ കസ്റ്റഡി 5 ദിവസത്തെ കസ്റ്റഡി തന്നെ ആവശ്യപ്പെടും. ആ കേസിൽ കൂടി കസ്റ്റഡി ആവശ്യപ്പെട്ടതിന് ശേഷമായിരിക്കും അപ്പോഴേക്കും കാപ്പ നിയമം ഈ ചുമത്തുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കൊണ്ടുവരുന്നത്. ഏതായാലും 32 കേസ് നേരത്തെ നിലവിലുണ്ട്. വധശ്രമമുണ്ട്, തട്ടിക്കൊണ്ടുപോകലുണ്ട്, ഇത്തരത്തിൽ കവർച്ചയുണ്ട്, അങ്ങനെ നിരവധി കേസുകളുണ്ട്. ഏതായാലും ഇതിനെല്ലാം ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. അതിന് ഇപ്പോഴുള്ള കസ്റ്റഡി പോലീസിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായിരിക്കും.
യെസ്, KV ബൈജു വിവരങ്ങൾ നൽകിയ. കോട്ടയത്ത് ക്രിക്കറ്റ് പരിശീലകനെതിരെ പോക്സോ കേസ്. മുൻ രഞ്ജി താരവും പരിശീലകനുമായ KK രാഗേഷിനെതിരെയാണ് കേസ്. പരിശീലനത്തിനെത്തിയ വിദ്യാർത്ഥിനികളാണ് ഇയാൾക്കെതിരെ പരാതി നൽകിയത്. പാലക്കാട് സ്റ്റേഷനുകളാണ് 2 സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. കേസ് രജിസ്റ്റർ ചെയ്തതോടെ പ്രതി ഒളിവിൽ പോയി. ഇയാളെ പിടികൂടാനുള്ള ഊർജ്ജ ശ്രമത്തിലാണ് പോലീസ്. കോട്ടയത്ത് നിന്ന് ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, ഇതെന്നാണ് ഈ കേസിനാസ്പദമായ സംഭവം? പ്രത്യേകിച്ചും പാലായിലും കോട്ടയത്തും വെച്ച് 2 കേസുകൾ ഈ വ്യത്യസ്ത കാലയളവിലാണോ? എത്ര കുട്ടികളാണ് ഈ പരിശീലനത്തിനെതിരെ പരാതിയുമായി രംഗത്തെത്തിയിട്ടുള്ളത്? ടോം, ജൂൺ മാസത്തിലാണ് പാലായിലും കോട്ടയത്തും വെച്ചല്ല, പാലായിലും പാലക്കാടും വെച്ചാണ് ഈ സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കോട്ടയത്താണ് ആദ്യ പരാതി വന്നത്, പാലായിലാണ് ആദ്യ പരാതി വന്നത്. അതുകൊണ്ട് തന്നെ പാലാ പോലീസാണ് ഈ കേസുകൾ രജിസ്റ്റർ ചെയ്തത്. പാലായിൽ ക്രിക്കറ്റ് പരിശീലനത്തിനെത്തിയ സമയത്ത് പെൺകുട്ടിയോട് ലൈംഗികമായി ഇടപെട്ടു ഇയാൾ എന്നുള്ളതാണ് പരാതി, രാകേഷിനെതിരായ പരാതി. തൊട്ടു പിന്നാലെ തന്നെ അടുത്ത കേസും വന്നു. പക്ഷെ അത് സംഭവം ഉണ്ടായത് പാലക്കാട് ഒരു ഹോട്ടലിൽ വെച്ചാണ്. പാലായിൽ സംഭവിച്ചത് ഒരു കാറിൽ വെച്ചാണ് ഇയാൾ 17 വയസ്സുകാരിയായ പരിശീലനത്തിനെത്തിയ പെൺകുട്ടിയോട് ഈ തരത്തിൽ പെരുമാറിയത്. പാലക്കാട് കുറച്ചുകൂടി അവിടെ കോട്ട മൈതാനത്ത് മത്സരം നടക്കുന്നതിന് വേണ്ടി എത്തിയപ്പോൾ അവിടെ താമസിക്കുന്ന സമയത്താണ്, ഹോട്ടലിൽ വെച്ചാണ് ഇയാൾ ഒരു പെൺകുട്ടിയോട് മോശമായി പെരുമാറിയത്. എന്തായാലും ഈ 2 സംഭവങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇയാൾ നിരന്തരം ഇത്തരം പരിശീലനത്തിന് എത്തുന്ന പെൺകുട്ടികളോട് ഇങ്ങനെ മോശമായി പെരുമാറുന്ന ആളാണ് എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. അതുകൊണ്ട് കൂടുതൽ പരാതികൾ ഉയർന്നു വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്തായാലും ജൂൺ മാസത്തിലാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തത്. പക്ഷേ ഇതുവരെ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറായിട്ടില്ല. അതിൽ കുടുംബങ്ങൾക്ക് ആക്ഷേപമുണ്ട് എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയം തന്നെ പോലീസ് പറയുന്നത് ഈ പരാതി നൽകി എന്നുള്ളതും FIR ഇട്ടു എന്നുള്ളതും ശരിയാണ്. പക്ഷേ ഈ പെൺകുട്ടിയുടെ മൊഴിയെടുക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല. 21 ദിവസത്തിന് ശേഷമാണ് പെൺകുട്ടി മൊഴിയെടുക്കുന്നതിന് തയ്യാറായത് എന്നുള്ളതാണ്. അതാണ് അങ്ങനെ ഒരു കാര്യം വരുമ്പോൾ പിന്നെ ഇത് ഹോട്ടൽ മുറിയും കാര്യങ്ങളും ഒന്നുമല്ല. പാലായിലൊരു പൊതുസ്ഥലത്ത് അരുണാപുരത്ത് വെച്ച് ഒരു കാറിൽ വെച്ച് ഇങ്ങനെ സംഭവം ഉണ്ടായി എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ 2 പേരും അവിടെ ഉണ്ടായി എന്നുള്ളത്. ഇപ്പോൾ ഹോട്ടലാണെങ്കിൽ അതിന്റെ രജിസ്റ്ററും കാര്യങ്ങളും പരിശോധിക്കാം. പക്ഷേ ഇത് കാറിൽ വെച്ച് സംഭവിച്ചു എന്ന് പറയുമ്പോൾ അതിന്റെ കൂടുതൽ വിവരങ്ങൾ CDR ഉൾപ്പെടെ കണ്ടെത്തേണ്ടതുണ്ട്. അത്തരം തെളിവുകൾ ശേഖരിച്ച ശേഷമാണ് പാലാ പോലീസിന്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. പക്ഷേ പാലക്കാട് പോലീസിന്റെ അന്വേഷണം ആണ് കുറച്ചുകൂടി ഗൗരവമേറിയ കേസ്, 2 തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ. പക്ഷെ അത് കാര്യമായി മുന്നോട്ട് പോയതായുള്ള വിവരം ഇതുവരെയില്ല. എന്തായാലും പാലാ പോലീസിന്റെ ടീം കഴിഞ്ഞ ദിവസവും ഇയാൾ എറണാകുളത്ത് തിരുവാങ്കുളത്താണ് താമസിക്കുന്നത്. അവിടെ ഒക്കെ സെർച്ചിന് പോയിരുന്നു. പക്ഷേ ഇയാൾ മൊബൈൽ സിം കാർഡ് അവിടെ വെച്ച ശേഷം മുങ്ങി എന്നുള്ളതാണ് പോലീസിന് ലഭ്യമാകുന്ന വിവരം. ഇയാളെ കണ്ടെത്താനുള്ള ശ്രമത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. 2008-2013 കാലയളവിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് രഞ്ജി കളിച്ചിട്ടുള്ള ഓൾറൗണ്ട് പ്ലെയറാണ് ഈ രാകേഷ്. SBIയുമായൊക്കെ ചേർന്നുകൊണ്ട് അവിടെയൊക്കെ ജോലി ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. വിവിധ ക്ലബ്ബുകൾക്ക് വേണ്ടി പ്രാക്ടീസും കളികളും ഒക്കെ ആയിട്ട് സജീവമായി ക്രിക്കറ്റിൽ നിൽക്കുന്ന ഒരാൾ കൂടിയാണ്. എന്തായാലും തിരുവനന്തപുരത്തെ മനുവിന് ശേഷം ഒരുപക്ഷെ ഞെട്ടിക്കുന്ന ഒരു കാണേണ്ട ഒരു വിഷയമാണ്. പ്രത്യേകിച്ചും ഒരു കായിക താരകമാകണമെന്ന് സ്വപ്നം കണ്ട് പരിശീലനത്തിനെത്തുന്ന വിദ്യാർത്ഥിനികളാണ് ഈ പീഡനത്തിനിരയായത്. പോക്സോ കേസുകളാണ്. ഇയാൾക്കെതിരെ ഇയാളെ കണ്ടെത്താനുള്ള പോലീസിന്റെ അന്വേഷണം എങ്ങനെയാണ്? മറ്റു പ്രത്യേകിച്ച് ഒളിവിലെന്നാണ് വിവരം. സംസ്ഥാനം വിടാനുള്ളൊരു സാധ്യത ഉണ്ടോ? അതുകൊണ്ട് തന്നെ അത് മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള പോലീസിന്റെ തുടർ നീക്കങ്ങൾ എന്തായിരിക്കും ശ്രീജിത്ത്? അന്വേഷണം ഫലത്തിൽ വൈകിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതായത് പ്രതിക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു സമയം ഇക്കാര്യത്തിൽ പരാതി FIR ഇട്ട ശേഷവും ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അതിന് പോലീസിന്റേതായ പരിമിതികളുണ്ട്. പ്രത്യേകിച്ച് ഈ പരാതിക്കാരിയുടെ മൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തേണ്ടതുണ്ടായിരുന്നു, മഹസർ തയ്യാറാക്കേണ്ട സാഹചര്യമുണ്ടായിരുന്നു. പക്ഷെ അതിനൊന്നും സാധിച്ചില്ല ആദ്യഘട്ടത്തിൽ. അതിന്റെ കാരണം ഇതാണ്. അതായത് ഈ ഒരു കേസിൽ പെൺകുട്ടിയെ അടക്കം മൊഴി നൽകാൻ വൈകി എന്നുള്ളതാണ്, പോലീസ് ആവശ്യപ്പെട്ടിട്ടു എന്നുള്ളതാണ് പോലീസ് ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഈ പ്രതി വീട്ടിൽ മൊബൈൽ സിം കാർഡ് ഊരി വെച്ചിട്ടാണ് രക്ഷപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കണ്ടെത്തുക ഒരല്പം ദുഷ്കരമാണ്. പക്ഷേ എന്നാലും സ്ട്രൈക്കർ ടീമുകൾ അടക്കം ഇയാളെ കണ്ടെത്തുന്നതിനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും കേരളത്തിന് പുറത്തുൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിലൊക്കെ യാത്ര ചെയ്തിട്ടുള്ള ആളായതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഇയാൾ കേരളം വിട്ടു പോകാനുള്ള സാധ്യതയൊക്കെ പോലീസ് പരിശോധിക്കുന്നുണ്ട്.
എന്തായാലും പാലക്കാട് പോലീസും ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ അന്വേഷണത്തിലേക്ക് കടക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. കുടുംബം പക്ഷേ ഇത്ര വൈകി എന്നിട്ടും അറസ്റ്റൊന്നും ചെയ്തില്ല എന്നുള്ള പരാതിയുമായി രംഗത്തുണ്ട്. പോക്സോ കേസായതുകൊണ്ടാണ് അവർക്ക് ഇതിൽ പ്രതികരിക്കാനോ അവരുടെ വിവരങ്ങൾ നൽകാനോ ഒന്നും ഈ ഘട്ടത്തിൽ കഴിയാതെ പോകുന്നത്. എന്തായാലും നിലവിൽ പ്രതി ഒളിവിലാണ്. പ്രതിയെ കണ്ടെത്തി മാത്രമേ ഇതിൽ അന്വേഷണം കാര്യമായി മുന്നോട്ട് പോവുകയുള്ളൂ. കേട്ടോ. യെസ്, ജി ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. പോക്സോ കേസിൽ ക്രിക്കറ്റ് പരിശീലനെതിരെ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. കൊച്ചിയിൽ തെരുവ് നായ്ക്കൾക്ക് ഭക്ഷണം കൊടുത്തവർക്കെതിരെ കേസ്. ഫോർട്ട് കൊച്ചി പോലീസാണ് 2 പേർക്കെതിരെ കേസെടുത്തത്. ഫോർട്ട് കൊച്ചി മേഖലയിൽ തെരുവ് നായ ശല്യം രൂക്ഷമാണ്. അടുത്തിടെ ഇവിടെ വഴിയാത്രക്കാർക്ക് തെരുവ് നായയുടെ കടിയേറ്റിരുന്നു. കോഴിക്കടയിലെ അവശിഷ്ടമായിരുന്നു നായ്ക്കൾക്ക് കൊടുത്തത്. തെരുവ് നായ്ക്കൾക്ക് ഭക്ഷണം കൊടുക്കരുതെന്ന് ഹൈക്കോടതി ഉത്തരവ് നിലനിൽക്കുകയാണ്. ഡാനി പോൾ ചേരുന്നു കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. ഡാനി, ഒരു വശത്ത് ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട്. നമുക്കറിയാം തെരുവുനായ ശല്യം എത്രത്തോളം രൂക്ഷമാണെന്ന്. ഇതുപോലുള്ള കോഴി മാലിന്യങ്ങൾ, കോഴിക്കടയിലെ അവശിഷ്ടങ്ങൾ അത് തെരുവുനായ്ക്കൾക്ക് കൊണ്ടുപോയി കൊടുക്കുമ്പോൾ മറ്റു പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഈ മാലിന്യം തള്ളാനുള്ളൊരു സാഹചര്യം. 2, ഈ തെരുവുനായ്ക്കൾ അവിടെ തന്നെ തമ്പടിക്കും. അതുപോലുള്ള വഴിയാത്രക്കാരെ ആക്രമിക്കുന്ന സംഭവങ്ങൾ. ഇവിടെ ഇത്തരം പരാതികൾ ഫോർട്ട് കൊച്ചിയിൽ പതിവായി കേൾക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും അപ്പോൾ പരാതിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. കാരണം ഇത് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ മേഖലയിൽ വ്യാപകമായ രീതിയിൽ പ്രശ്നങ്ങളുണ്ട്. തെരുവ് നായ്ക്കളുടെ ഒരു പ്രശ്നമുണ്ട്. കഴിഞ്ഞ ഒരു 2 ആഴ്ചക്കിടെ 3ഓളം പേർക്ക് തെരുവായകളുടെ ആക്രമണമുണ്ടായ സാഹചര്യം, കടിയേറ്റ സാഹചര്യം. അതിലൊന്ന് അവിടെ ഈ താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ വെച്ച്, ആ വളപ്പിനകത്ത് വെച്ചായിരുന്നു എന്ന് കൂടി ഓർക്കുക. കാരണം അത്ര കണ്ട് ഇവിടെ തെരുവ് നായ്ക്കളുടെ ശല്യം രൂക്ഷമായ ഒരു മേഖലയാണ്. പ്രത്യേകിച്ച് ഒരു ടൂറിസം പ്രദേശം കൂടിയാണ് മേഖല എന്നെല്ലാം തന്നെ പറയുന്ന ഒരിടമാണ് ഫോർട്ട് കൊച്ചി എന്നെല്ലാം പറയുന്നത്. അവിടെയാണ് ഈ രീതിയിൽ വ്യാപകമായ രീതിയിൽ കൂട്ടമായോ ഒറ്റയ്ക്കായോ എല്ലാം തന്നെ തെരുവ് നായ്ക്കൾ അലയുന്നത്. ഇതിനെതിരെ പരാതി പറയുകയും ഇതൊന്ന് അമർച്ച ചെയ്യണം, അത് ഏത് രീതിയിൽ എന്നതിനെക്കുറിച്ച് ഇപ്പോഴും തദ്ദേശ സ്ഥാപനങ്ങൾക്കോ മറ്റോ ആർക്കും തന്നെ ഒരു ഊഹവുമില്ലാത്ത രീതിയിൽ തന്നെ പോവുകയാണ്. അത് അങ്ങനെ സൃഷ്ടിക്കുന്ന ഒരു പ്രശ്നം ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെയാണ് ഈ രീതിയിൽ അതിനെല്ലാം തന്നെ ഊട്ടി വളർത്തുക എന്നെല്ലാം പറയുന്നത് പോലെ തന്നെ ഇതിനെ നമ്മൾ മൃഗസ്നേഹമൊന്നും അല്ലെങ്കിൽ തെരുവ് നായ്ക്കളുള്ള അനുകമ്പയൊന്നും കാണാൻ കഴിയില്ല. അവിടെ ഈ മാലിന്യം മറ്റൊരു രീതിയിൽ തീർത്തും അശാസ്ത്രീയമായിട്ട് കൊണ്ട് വിതരണം ചെയ്യുക, അല്ലെങ്കിൽ അവിടുത്തെ മാലിന്യം ഒഴിവാക്കുക എന്നതെല്ലാം തന്നെയാണ് പറയാനായിട്ട് സാധിക്കും. ഇത്തരം ഈ അറവ് മാലിന്യം വിതരണം ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാരെ പലതവണ ഇവരോട് ഇത് എങ്ങനെ ചെയ്യരുത് എന്നതെല്ലാം തന്നെ പറഞ്ഞു എന്നാണ് പറയുന്നത്. പക്ഷേ അങ്ങനെ ഉണ്ടാവുന്നില്ല. ഇതിനിടയിൽ ഈ അടുത്തിടെ ഉണ്ടായ സംഭവങ്ങളാണ് ഈ പലർക്കും തന്നെ കടിയേറ്റ സാഹചര്യം, ആക്രമണം നേരിട്ട സാഹചര്യം എല്ലാം തന്നെ ഉണ്ടാകുന്നത്. ഇതിനിടയിലാണ് വീണ്ടും ഇതുപോലുള്ള ഈ അവശിഷ്ടം വിതരണം ചെയ്യുന്ന രീതി തുടർന്നത്. ഇത് ചിത്രങ്ങൾ സഹിതം പോലീസിന് പരാതി നൽകിയിരിക്കുന്നു. കണ്ടാൽ തിരിച്ചറിയുന്ന 2 പേര് എന്ന രീതിയിൽ തന്നെ പരാതി നൽകിയിട്ടുണ്ട്. ഫോർട്ട് കൊച്ചി പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. അതിനൊപ്പം തന്നെയാണ് ഹൈക്കോടതി ഈ അടുത്തിടെ നടത്തിയ പരാമർശങ്ങൾ അത് ഗൗരവതരം തന്നെയാണ്. കാരണം ഈ രീതിയിൽ ഇങ്ങനെ തെരുവ് നായ്ക്കളെ അത് അഴിച്ചുവിടുക, അതിന് ഭക്ഷണം കിട്ടുന്നൊരു സാഹചര്യം ഉണ്ടാക്കുക, അതിന് ഏതെങ്കിലും ഒരു ഷെൽട്ടർ സ്ഥലത്ത് അതിന് ഭക്ഷണം നൽകുക എന്നതാണ് കൃത്യമായ രീതി. പക്ഷെ അല്ലാതെ ഇതിന് തെരുവിൽ തന്നെ ഇതിന് ഭക്ഷണം കൊടുക്കുന്ന രീതി, ആ രീതിയെല്ലാം അവലംബിച്ചാൽ ഇതിന് ശല്യം ഒഴിവാക്കാനായിട്ട് സാധിക്കുകയില്ല. വ്യാപകമായ രീതിയിൽ സംസ്ഥാനത്ത് തെരുവ് നായ്ക്കളുടെ ശല്യം കൂടി വരുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ അതെല്ലാം കണക്കിലെടുത്തത് കൊണ്ട് തന്നെയായിരുന്നു ഹൈക്കോടതി ഇത്തരം ഒരു പരാമർശം നടത്തിയത്. അപ്പോൾ അതിന് വിരുദ്ധമായി തന്നെയാണ് ഇപ്പോൾ ഈ രീതിയിൽ, അതും ഒരുപക്ഷെ മാലിന്യം എന്നെല്ലാം തന്നെ പറയാവുന്ന ഈ ഭക്ഷണാവശിഷ്ടങ്ങളെല്ലാം തന്നെ വിതരണം ചെയ്യുക. നാട്ടുകാർ പറയുന്ന ഈ ചോര പുരണ്ടായി ഇത്തരം ഭക്ഷണാവശിഷ്ടങ്ങൾ തന്നെ വിതരണം ചെയ്യുന്നതിൻ്റെ ഒരു ആക്രമണോത്സുകത എല്ലാം തന്നെ കൂട്ടുകയും ചെയ്യും. അത്തരം സാഹചര്യങ്ങൾ കൂടി നിലനിൽക്കുന്നുണ്ട് എന്ന് നാട്ടുകാർ പറയുന്നു. എന്തായാലും പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ്. കണ്ടാൽ അറിയാവുന്ന 2 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. തുടർ നടപടികളുണ്ടാകും. ടോം. യെസ്, ഡാനി പോളാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിൽ തെരുവ് നായ്ക്കൾക്ക് ഭക്ഷണം കൊടുത്തവർക്കെതിരെയാണ് പോലീസിന് നടപടി ഉണ്ടായിരിക്കുന്നത്. ഫോർട്ട് കൊച്ചി പോലീസാണ് 2 പേർക്കെതിരെ കേസെടുത്തത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.